മലയാളികൾ ഇപ്പോൾ ഒന്നടങ്കം സംസാരിക്കുന്നത് ആദിയെക്കുറിച്ചാണ്. പക്ഷെ ആദിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനോ അല്ലെങ്കിൽ ആദിയെക്കുറിച്ച് ഒരു വാക്ക് ഫേസ്ബുക്കിൽ പോലും പോസ്റ്റ് ചെയ്യാനോ പ്രണവ് ഇവിടെ സ്ഥലത്തെങ്ങുമില്ല. നായകനായി തകർത്തഭിനയിച്ച സിനിമ കേരളക്കര മുഴുവൻ തകർത്താടുമ്പോൾ പ്രണവ് ഹിമാലയൻ യാത്രയിലാണ്. ആദിയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയപ്പോൾ തന്നെ ഇക്കാര്യം പ്രണവ് വ്യക്തമാക്കിയിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പരിപാടികൾക്കൊന്നും താൻ ഉണ്ടാവില്ല എന്നും പ്രണവ് ആദ്യമേ തന്നെ പറഞ്ഞതായി ജിത്തു ജോസഫ് അറിയിച്ചു. ആദിയെ കേരളക്കരയും സിനിമാ ലോകവും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രണവിന്റെ ഹിമാലയ യാത്രയുടെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുണ്ട്. യാത്രകളോട് അതീവ താല്പര്യമുള്ള വ്യക്തിയാണ് പ്രണവ്. ആദിയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനു ശേഷം ഹിമാലയത്തിലേക്ക് പോവുകയാണെന്ന് ഈ താരപുത്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മഞ്ഞുമലകളിലൂടെ നടന്നു നീങ്ങുന്ന ഒരു സഞ്ചാരിയാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രണവിനോടൊപ്പം ഹിമവാന്റെ അടിത്തട്ടിൽ നിൽക്കുന്ന ഫോട്ടോ സജീവ് സോമനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ചിത്രമാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്. പ്രണവിന്റെ ഡെഡിക്കേഷനെ കുറിച്ച് വിവരിക്കാൻ വാക്കുകളില്ല. ആക്ഷൻ രംഗങ്ങൾ അത്ര അനായാസമാണ് പൂർത്തിയാക്കിയത്. ആദി ഇപ്പോൾ ഹിമാലയം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന കുറിപ്പോടെയാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. ആദിയെക്കുറിച്ച് പറഞ്ഞതിൽ കുറച്ചൊക്കെ കേട്ടു. എനിക്കിവിടെ നിന്ന് ഫോണിന് റേഞ്ച് ഇല്ല എന്നാണ് പ്രണവ് അമ്മ സുചിത്രയെ അറിയിച്ചത് എന്നുമാണ് ഇപ്പോൾ വിവരങ്ങൾ. സിനിമാ ലോകം ഒന്നടങ്കം ഇപ്പോൾ പ്രണവിന്റെ കഴിവിനെ പ്രശംസിക്കുകയാണ്. മകന്റെ ചിത്രത്തിന് വിസ്മയിപ്പിക്കുന്ന അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളും വരുമ്പോൾ മോഹൻലാൽ ഈ ചിത്രം കണ്ടത് മുംബൈയിൽ വെച്ചാണ്. തന്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുമാണ് മോഹൻലാൽ മുംബൈയിലെ തിയേറ്ററിൽ ആദി കാണാനെത്തിയത്. മോഹൻലാലിനൊപ്പം സുരാജ് വെഞ്ഞാറമൂടും ഉണ്ടായിരുന്നു ആദി കാണാൻ. ആദി കണ്ടിറങ്ങിയ സുരാജിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. അഡ്വഞ്ചർ അച്ഛന്റെ അഡ്വഞ്ചറായ മകൻ എന്നാണ് സുരാജ് പ്രണവിനെ വിശേഷിപ്പിച്ചത്. ആദി കണ്ടുവെന്നും ഒരുപാട് ഇഷ്ടമായെന്നും പ്രണവിന്റെ പെർഫോമൻസ് അതിഗംഭീരമായിട്ടുണ്ടെന്നുമാണ് റോഷൻ ആൻഡ്രൂസ് പറയുന്നത്. പാർക്കൗർ സ്റ്റണ്ട് രംഗങ്ങളുടെ വലിയൊരു ഫാനാണ് താനെന്നും അത്തരം ആക്ഷൻസ് നിറഞ്ഞ ഹോളിവുഡ് ചിത്രങ്ങൾ ഒരുപാട് കാണാറുണ്ടെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു. അതിന്റെ വെളിച്ചത്തിൽ വിനീത് ശ്രീനിവാസൻ സംശയമൊന്നുമില്ലാതെ പറയുന്നത് ഹോളിവുഡിൽ പോലും കാണുന്നതിനേക്കാൾ മികച്ച സ്റ്റണ്ടാണ് പ്രണവ് ആദിയിൽ ചെയ്തത് എന്നാണ്. ഇതാരെയും സുഖിപ്പിക്കാൻ കൂടി പറഞ്ഞതല്ല എന്നും സത്യസന്ധമായി മനസ്സിൽ തോന്നിയ കാര്യമാണെന്നും വിനീത് പറയുന്നു. ആദിയെക്കുറിച്ചും പ്രണവിന്റെ പെർഫോമൻസിനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പറയാം താഴെ കമന്റിലൂടെ.